അപ്പോൾ ഈ കുർബാന പ്രതിസന്ധി ഉടലെടുത്ത സമയം മുതൽ തന്നെ ഈ കുർബാന തീരുമാനിച്ചത് ഇത് സഭയുടെ കുർബാനയാണ്. സീറോ മലബാർ സഭയ്ക്ക് ഒരേ ഒരു കുർബാന മാത്രമേ ഉള്ളൂ. അത് തീരുമാനിക്കുന്നത് സഭയാണ്. അത് ഏതെങ്കിലും ഒരു വൈദികനോ അല്ലെങ്കിൽ അൽമായരോ തീരുമാനിക്കുന്നതല്ല ഒരു സഭയുടെ ആരാധനാക്രമം എന്ന് പറയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ സഹപ്രവർത്തകരായ ഈ 350 വൈദികർ അവരുടെയും ഇവരെ ഈ കുർബാനയെ എതിർക്കുന്ന ഒരു പറ്റം അൽമായരായിട്ടുള്ള ആളുകളെ വെച്ച് ഇടവകകളിൽ അച്ഛനെ പ്രതിരോധിക്കുകയും അതിശക്തമായ രീതിയിൽ നമുക്കൊരിക്കലും അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വൈദികൻ തന്നെയാണ് ഈ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ. ഒരു അൽമായ ഒരു സംഘടനയുണ്ട് ഇവിടെ. ഇവരൊക്കെയാണ് ഈ കൊച്ചച്ഛനെ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കാത്തത്. അച്ഛനെ പള്ളിമുറിയിൽ പൂട്ടിയിടുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ആളുകളെ വെച്ച് തെറി വിളിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഇതെല്ലാം ചെയ്തിട്ടും സഭ ഇതിനെതിരെ, ഈ അനീതിക്കെതിരെ സഭ കണ്ണടച്ചു. ഈ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ മാത്രമല്ല, അച്ഛനെ പോലെ അതുപോലെ അതേ ശക്തമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അൾത്താരയിൽ നിന്ന് പോലും ചവിട്ടി ആളുകൾ എറിഞ്ഞ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സർ നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, എറണാകുളം അങ്കമാലി രൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട തർക്കം വളരെ കാലമായിട്ടുള്ളതാണ്. ഇപ്പോഴും അതിനൊരു പരിഹാരം ആയിട്ടില്ല. വത്തിക്കാനിൽ നിന്ന് വരെ പ്രതിനിധികൾ വന്നിട്ട് പോലും അതിനൊരു പരിഹാരമാകാത്ത വിഷയമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു ആളാണ് ഫാദർ ജോർജ് നെല്ലിശ്ശേരി. അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് വരുന്നൊരു വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ സഭയ്ക്ക് വേണ്ടിയും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയും സജീവമായിട്ട് നിലനിന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ അച്ഛൻ്റെ മരണശേഷം പോലും അച്ഛന് നീതി കിട്ടുന്നില്ല എന്നൊരു തരത്തിലൊരു പ്രചാരണമുണ്ട്. അച്ഛൻ ആഗ്രഹിച്ച പോലൊരു യാത്രയപ്പ് പോലും കൊടുക്കാൻ ഈ രൂപതയോ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരോ സഹപ്രവർത്തകർ തയ്യാറാവുന്നില്ല എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം? അച്ഛന് നീതി ലഭിക്കുമോ? അച്ഛന് നീതി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ നമുക്ക് പരിപൂർണമായിട്ടത് സംസാരിച്ച് തീർക്കാനുള്ള സമയം നമുക്ക് തികയാതെ പോകും. അപ്പോൾ കുർബാന പ്രശ്നം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കുർബാന പ്രതിസന്ധി ഉടലെടുത്ത സമയം മുതൽ തന്നെ ഈ കുർബാന തീരുമാനിച്ചത് ഇത് സഭയുടെ കുർബാനയാണ്. സീറോ മലബാർ സഭയ്ക്ക് ഒരേ ഒരു കുർബാന മാത്രമേ ഉള്ളൂ. അത് തീരുമാനിക്കുന്നത് സഭയാണ്. അത് ഏതെങ്കിലും ഒരു വൈദികനോ അല്ലെങ്കിൽ അൽമായരോ തീരുമാനിക്കുന്നതല്ല ഒരു സഭയുടെ ആരാധനാക്രമം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സഭയോടൊപ്പം നിലകൊള്ളുന്ന വൈദികരാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒപ്പം ആളുകൾക്ക് നിലകൊള്ളാം, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാം, ലോകത്തിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾക്കൊപ്പം നിലകൊള്ളാം. പക്ഷേ സഭയ്ക്ക് വേണ്ടി ഒരു വൈദികൻ നിലകൊള്ളുമ്പോൾ സഭ എന്താണ് തീരുമാനിക്കുന്നത്, സഭാപിതാക്കന്മാർ എന്താണ് തീരുമാനിക്കുന്നത്, അതിനൊപ്പം സഞ്ചരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയമായ ഒരു സംവിധാനത്തിൽ എപ്പോഴും വൈദികർ ഒരു പ്രീസ്റ്റ്ഹുഡിൽ എപ്പോഴും അനുവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സഭ തീരുമാനിച്ചപ്പോൾ ആ സഭയുടെ കുർബാനാക്രമം അതുപോലെ ശിരസാ വഹിച്ച് അനുസരണയോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് നടപ്പിലാക്കിയ കുറേ വൈദികരുണ്ട്. ഏതാണ്ട് 350 വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടെങ്കിൽ ഏതാണ്ട് 10-15 വൈദികർ അല്ലെങ്കിൽ 20-30 വൈദികർ സഭയെ അനുസരിക്കാൻ തയ്യാറായി. അതിൽ തന്നെ കുർബാന സ്ഥിരമായിട്ട് ചൊല്ലിപ്പോകുന്നവർ ഒരു 10-15 വൈദികർ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പോരാടിയ വൈദികരിൽ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ. അച്ഛനിരുന്ന എല്ലാ പള്ളികളിലും കുർബാന ചൊല്ലിയിട്ടുണ്ട്. ചെല്ലാൻ സാധിക്കാത്ത പള്ളികളുണ്ട്. എന്തുകൊണ്ട് ചെല്ലാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചാൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ സഹപ്രവർത്തകരായ ഈ 350 വൈദികർ അവരുടെയും ഇവരെ ഈ കുർബാനയെ എതിർക്കുന്ന ഒരു പറ്റം അൽമായരായിട്ടുള്ള ആളുകളെ വെച്ച് ഇടവകകളിൽ അച്ഛനെ പ്രതിരോധിക്കുകയും അതിശക്തമായ രീതിയിൽ നമുക്കൊരിക്കലും അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വൈദികൻ തന്നെയാണ് ഈ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ. പ്രത്യേകിച്ച് ചുണങ്കംവേലി പോലുള്ള പള്ളികളിലൊക്കെ ഇരുന്ന സമയത്ത് ഒരു കുർബാന പോലും അവിടെ ചെല്ലാൻ, വികാരിയച്ഛനായിരിക്കുമ്പോൾ ഒരു കുർബാന പോലും ചെല്ലാൻ സാധിക്കാതെ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കൊച്ചച്ഛൻ, വികാരിയച്ഛൻ്റെ സഹവികാരിയായിട്ട് വരുന്നതാണ് കൊച്ചച്ഛൻ. ആ കൊച്ചച്ഛൻ പോലും വികാരിയച്ഛനെ കൊണ്ട് അൾത്താരയിൽ കുർബാന ചെല്ലിക്കാത്ത പ്രതിസന്ധികൾ അവരെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യിച്ചത് എറണാകുളത്തെ മറ്റു വൈദികരാണ്, അല്ലെങ്കിൽ ഈ കുർബാന അംഗീകരിക്കാത്ത
ഒരു അൽമായ ഒരു സംഘടനയുണ്ട് ഇവിടെ. ഇവരൊക്കെയാണ് ഈ കൊച്ചച്ഛനെ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കാത്തത്. അച്ഛനെ പള്ളിമുറിയിൽ പൂട്ടിയിടുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ആളുകളെ വെച്ച് തെറി വിളിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഇതെല്ലാം ചെയ്തിട്ടും സഭ ഇതിനെതിരെ, ഈ അനീതിക്കെതിരെ സഭ കണ്ണടച്ചു. സഹപ്രവർത്തകർ കാണിച്ച നെറുകേടിന് എതിരെ സഭാ നേതൃത്വം കണ്ണടച്ചു. എറണാകുളത്ത് അതിൻ്റെ ചുമതലയുള്ള ഒരു മെത്രാനുണ്ട്, അതിനു മുകളിൽ ഈ സിനഡുണ്ട്, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ മാത്രമല്ല, അച്ഛനെ പോലെ അതുപോലെ അതേ ശക്തമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അൾത്താരയിൽ നിന്ന് പോലും ചവിട്ടി ആളുകൾ എറിഞ്ഞ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈദികർക്കും ഇവിടെ നീതി കിട്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ജീവിച്ചിരുന്ന സമയത്ത് ക്രിസ്തുവിന് വേണ്ടി എപ്പോഴും പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ വൈദികരെല്ലാം ഇതുപോലെ ഒരക്ഷരം പോലും മുരിയാടാതെ സഹിക്കേണ്ടി വന്നത്. കർത്താവിനെ പീഡിപ്പിച്ചപ്പോൾ കാർക്കിച്ചു തുപ്പി ചമ്മട്ടിക്ക് അടിച്ചു, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരക്ഷരം പോലും ഉരിയാടിയില്ല, ഇതെല്ലാം സഹിക്കുക ചെയ്തേ. ഇതേ സംവിധാനം തന്നെയാണ് ഇവിടെയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിന്ന ഓരോ വൈദികർക്കും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടതാണ് ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ. അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ മരണമടഞ്ഞത്. അച്ഛൻ നമ്മുടെ കുസാറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റ് ജോൺസ് പള്ളിയിൽ അദ്ദേഹം വികാരിയായിരിക്കെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹൃദയത്തിന് അസ്വസ്ഥത വന്ന് അദ്ദേഹം അതേ ദിവസം തന്നെ വൈകിട്ട് അദ്ദേഹം മരിച്ചു. ആ മരണശേഷം അച്ഛൻ ഏത് കുർബാനയ്ക്ക് വേണ്ടി, ഏത് കുർബാന എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടാക്കിയ കുർബാനയല്ലത്, സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി, സഭയ്ക്ക് ഒരു കുർബാനയേ ഉള്ളൂ, സിറോ മലബാർ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടൊരു വൈദികൻ അദ്ദേഹം മരിക്കുമ്പോൾ, ആ ജീവിച്ചിരുന്നപ്പോൾ ജോർജ് നെല്ലിശ്ശേരി അച്ഛന് കിട്ടാത്ത ഒരു നീതി മരിക്കുമ്പോൾ ആ ഭൗതിക ശരീരത്തോടെങ്കിലും കാണിക്കാനുള്ളൊരു കടമ 2 കൂട്ടർക്കുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, 2 സഭാ നേതൃത്വം. പിന്നെ മൂന്നാമതൊന്നുകൂടി ഉണ്ട്, അത് ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നതാണ്. ഇപ്പോൾ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ മൃതദേഹം സംസ്കരിക്കേണ്ട അങ്കമാലിക്കടുത്തുള്ള എളവൂർ എന്ന് പറയുന്ന ദേവാലയം. ആ ദേവാലയത്തിൽ അച്ഛൻ്റെ ഭൗതികദേഹം അവിടെ സംസ്കരിക്കുമ്പോൾ അവിടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു കുർബാനയെങ്കിലും, അച്ഛൻ ഏത് കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടോ ആ കുർബാനയോട് കൂടിയെങ്കിലും അച്ഛൻ്റെ ഭൗതിക ശരീരത്തെ യാത്രയാക്കാനുള്ളൊരു ധാർമ്മികത അതുപോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സഭാ നേതൃത്വത്തിനും നഷ്ടപ്പെട്ടുവെങ്കിൽ ഇവർ ദൈവികരാണോ, ഇവർ പൈശാചികരാണോ? നമ്മളെല്ലാം സഭയെക്കുറിച്ച് വലിയ കാര്യമായിട്ട് നമ്മൾ പ്രസംഗിക്കും, അൾത്താരയിൽ നിന്ന് വലിയ നീതിയെക്കുറിച്ച് പ്രസംഗിക്കും, ദൈവ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കും, സഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം, അങ്ങനെ വാതോരാതെ ഇതെല്ലാം പ്രസംഗിക്കും. എന്നിട്ട് എവിടെ ഒരു വൈദികൻ പോലും മരണപ്പെടുമ്പോൾ എവിടെ സ്നേഹം, എവിടെ പോയി ക്ഷമ, എവിടെ പോയി? ഈ വൈദികനോട് ക്ഷമിക്കാൻ ഇവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതർക്ക്, ബാക്കി ഈ സഭയെ എതിർക്കുന്ന പുരോഹിതർക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാവരോടും നീതി കാണിക്കണമെന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ളൊരു വൈദികനോട് നീതി കാണിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൾത്താരകളിൽ വാതോരാതെ പ്രസംഗിക്കുന്ന എറണാകുളത്തെ വിമത വൈദികർക്ക് ജോർജ് നെല്ലിശ്ശേരി അച്ഛനോട് നീതി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? സിറോ മലബാർ സഭ എന്ന് പറയുന്ന നേതൃത്വത്തിന് ഈ നീതി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോഴും നീതി ലഭിക്കാതെ നാളെയാണ് അച്ഛൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. ഈ ഒരു ദിവസമെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അവർ ആത്മീയരാണെങ്കിൽ, അവർ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ, അവർ അർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ബലിയാണോ എന്നെനിക്ക് നിശ്ചയമില്ല എപ്പോഴും. കാരണം അവർ സഭയെ അനുസരിച്ചല്ല കുർബാന ചെയ്യുന്നത്. പക്ഷേ അവർ എന്നെങ്കിലും പുരോഹിതരായത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നവർക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മതി അവർക്കൊന്ന് മാറി ചിന്തിച്ച് തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകനായ ഒരു വൈദികന് ആ വൈദികൻ ആഗ്രഹിച്ചതുപോലെ ആ വൈദികൻ നിലകൊണ്ടത് എന്തിനാണോ അതേ ഒരു കുർബാനയോട് കൂടി തന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് യാത്രയാകാനുള്ള ഒരു സാഹചര്യം, ഇതിനെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സഭാ നേതൃത്വത്തെ സമീപിച്ചിരുന്നോ? ഇങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ സഭാത്മകമായിട്ടുള്ള നിരവധി സംഘടനകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. അപ്പം ഞാനും ഒരു സംഘടനയുടെ ഭാഗമാണ്, MTNS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ്. MTNS ഈ കാര്യത്തിൽ വളരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റ്
അതുപോലെ ജനറൽ സെക്രട്ടറി റെജി എളമത, അതുപോലെ സേവർ മാടവന എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ, അവരൊക്കെ കഴിഞ്ഞ ദിവസവും കുത്തിയിരുന്ന് വളരെ വിശദമായിട്ടുള്ള ഡ്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി വത്തിക്കാനിലേക്കും മേജർ ആർച്ച് ബിഷപ്പിനും എല്ലാ തരത്തിലുള്ള ഉന്നത സംവിധാനങ്ങളിലേക്ക് അവരയച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഈ സമയബന്ധിതമായിട്ട് അവരത് കാണുവോ കേൾക്കുവോ നമുക്കതിൻ്റെ റിപ്പോർട്ട് കിട്ടുമെന്നറിയില്ല. എങ്കിൽ പോലും ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിനും സംഘത്തിനും പിതാക്കന്മാർക്കും ഉചിതമായി അവർക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകേണ്ട ആവശ്യമുണ്ടോ? ഈ സംവിധാനങ്ങളെല്ലാം അവർക്ക് കീഴിലാണ്. അവർ വ്യക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്, ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ മൃതദേഹം അച്ഛൻ ഏത് കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടോ ആ കുർബാനയോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് അച്ഛന് കൊടുക്കേണ്ട ആദരവാണ് എന്ന് മേജർ ആർച്ച് ബിഷപ്പിനും ഇവിടുത്തെ സിനഡ് പിതാക്കന്മാർക്കും തീരുമാനിക്കാൻ അവർ സാധിച്ചാൽ ഇവിടെ മറ്റാരും എതിർക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വരികയില്ല. വത്തിക്കാൻ വരെ എത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ വിഷയത്തിന്. കാരണം വത്തിക്കാനിലേക്ക് അയച്ചിട്ടുണ്ട്. കാരണം ഇതൊരു എല്ലാവരും നമ്മൾ കത്തോലിക്ക സഭയ്ക്ക് കീഴിലാവുമ്പോൾ വത്തിക്കാന് കീഴിലാണിത്, മാർപ്പാപ്പയുടെ കീഴിലാണ് ഏതൊരു പുരോഹിതനും വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും വത്തിക്കാൻ ഇത് അറിഞ്ഞാൽ, വത്തിക്കാൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വത്തിക്കാൻ ഇത് പെട്ടാൽ ആ വൈദികന് അർഹതപ്പെട്ട രീതിയിൽ സഭയുടെ കുർബാനയോട് കൂടിയുള്ള ആദരവോടുകൂടി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കണം. ഈ ഇടവകയിലെ അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇടവകയുടെ അച്ഛൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുർബാനയോടുകൂടി ആ ഒരു ഇത് ചെയ്യില്ല. എനിക്ക് കൊണ്ട് ജോൺ പൈനങ്കൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അവിടെ ഇളവൂർ വികാരിയായിട്ടിരിക്കുന്നത്. അച്ഛന് സധൈര്യം എല്ലാവരോടും പറയാം. കാര്യം ഞാൻ ആ കുർബാന ചെല്ലുന്നില്ല, പക്ഷേ ഈ വൈദികൻ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട വൈദികനാണ്. അദ്ദേഹം ആഗ്രഹിച്ച കുർബാന, അദ്ദേഹം ഏത് കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടോ ആ കുർബാനയോടുകൂടി ഈ ചടങ്ങെങ്കിലും എൻ്റെ പള്ളിയിൽ ഞാൻ നടത്തുമെന്ന് പറയാൻ ആർജവം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ ഏതെങ്കിലും കൂച്ചുവലെങ്കിൽ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ സഭാ നേതൃത്വവും എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. നമ്മളെല്ലാവരും പറയും, അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ വാതോരാതെ പ്രസംഗിക്കും, ബൈബിളിൽ തന്നെ ഉള്ളൊരു ഭാഗമാണ്, നിങ്ങൾ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കണ്ടു, നഗ്നനായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ ഉടുപ്പിച്ചു, നിങ്ങൾക്ക് വിശന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നു, രോഗിയായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ചു. ഇതെല്ലാം ഒക്കെ ഒരു ക്രിസ്തീയ ഒരു ജീവിത ശൈലിയിൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അന്ത്യവിധിയിൽ കർത്താവിന് മുമ്പിൽ നമ്മളെല്ലാവരും എത്തിപ്പെടുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമല്ല, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇന്ന് സഭയ്ക്ക് നിരത്തി വയ്ക്കാൻ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്, കോളേജുകളുണ്ട്, വലിയ വലിയ പള്ളികളുണ്ട്, കോടിക്കണക്കിന് വിലയുള്ള വലിയ വലിയ സംവിധാനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, ആതുരാലയങ്ങളുണ്ട്, വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെന്നൊക്കെ വാതോരാതെ പ്രസംഗിക്കും. ലോകം മുഴുവൻ ഇപ്പോൾ 35ഓളം രൂപതകളുണ്ട്, 10-50ഓളം വിശ്വാസികളുണ്ടെന്നൊക്കെ വാതോരാതെ പ്രസംഗിക്കും. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയും. അപ്പോഴും ഈ പറയുന്ന വെള്ളവസ്ത്രധാരികളായ ഞങ്ങൾ പുരോഹിതരാണ് എന്ന് അവകാശപ്പെടുന്ന അവരും ഇനി അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ അരപ്പട്ടക്കാർ, ഞങ്ങൾ മെത്രാന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അതുണ്ടാക്കി, ഇതെല്ലാം വാദോരാതെ ഇവരെല്ലാം ഇത് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം അവസാനം ഇതൊന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ പുരോഹിതരായി, നിങ്ങൾ ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി, നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പായി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരാൾക്ക് സാധ്യമാക്കി കൊടുക്കേണ്ട നീതി കർത്താവ് അതിനെ അണ്ടർലൈൻ ചെയ്യുന്നത്, നിങ്ങൾ നഗ്നനായിരുന്നപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? തൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനായ വൈദികൻ പോലും സമൂഹം ഇവിടെ തൊലിയുരിഞ്ഞ് നഗ്നനാക്കിയപ്പോൾ, ഇരുമ്പഴിക്കുള്ളിൽ ബന്ധിച്ച പോലെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സഭാ നേതൃത്വം എവിടെയായിരുന്നു? ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു മെത്രാന്മാർ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു മേജർ ആർച്ച് ബിഷപ്പും തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ വൈദികർ ഈ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിലിട്ട് ഇവിടുത്തെ അൽമായ ഗുണ്ടകൾ പോലും അത് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയാണ് ദൈവത്തിൻ്റെ നീതി? അപ്പോൾ ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്നു, ഞാൻ മെത്രാനായിരുന്നു, ഇതൊന്നും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇതൊന്നും വിലപ്പോവില്ല. അർഹതപ്പെട്ട നീതി കൊടുക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നെങ്കിലും നീതി കിട്ടിയിട്ട് കാര്യമില്ല. നീതിയാണെങ്കിലും സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും അത് സഭ, ക്രിസ്തുവിൻ്റെ സഭ, ലോകത്തിൻ്റെ നീതി മാറി നിൽക്കട്ടെ. എല്ലാവരും
ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ദൈവിക നീതിയുണ്ട്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ജസ്റ്റിസ്, ഒരു സ്നേഹപൂർവമായ ഒരു കരുണയുടെ നീതി, അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിപൂർണമായി, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ അൾത്താരയിൽ പ്രസംഗിക്കുമ്പോൾ വാദോരാതെ പ്രസംഗിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ, പ്രതിസന്ധികളെ ഫേസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ, സഭാ നേതൃത്വത്തിൻ്റെ ആകട്ടെ, പുരോഹിതരുടെ ആവട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് സീറോ മലബാർ ഈ സഭയുടെ കുർബാന ഇവിടെ നടപ്പിലാക്കിയപ്പോൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായി രംഗത്തിറങ്ങിയ ഒരു 10-15 വൈദികരുണ്ട്. അതിലൊരാളാണ് നെല്ലിശ്ശേരി അച്ഛൻ. ഈ അച്ഛൻ്റെ നിര്യാണത്തോടുകൂടി ഈ സഭയുടെ നിലപാടിന് വേണ്ടി ഉള്ള പോരാട്ടം ദുർബലപ്പെടുന്നുള്ള ഒരു ആശങ്ക ഉണ്ടോ? അത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ആ ഒരു ചർച്ചയിലേക്ക് പോയ ഇവിടെ തീരില്ല. കാരണം ഇവരാരും ആത്മീയരല്ല, ഇവർ ഭൗതികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വൈദികരാണ്. സഭാ നേതൃത്വമാണെങ്കിലും എനിക്ക് ആ കാര്യം ഉറക്കെ പറയാൻ യാതൊരു മടിയുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത പ്രത്യേകിച്ച് ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു രൂപതയാണ്. അതേ രീതിയിലേക്ക് സഭാ നേതൃത്വവും ഇപ്പോൾ മാറി തുടങ്ങി. അവർക്ക് ആത്മീയ കാര്യങ്ങളെക്കാൾ ആത്മീയത പ്രസംഗത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രസംഗത്തിലുണ്ട്. പേരിന് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു പോകുന്നു എന്ന രീതിയിലല്ലാതെ ആത്മീയതയ്ക്കോ ക്രിസ്തീയതയ്ക്കോ ഇവിടെ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇവിടെ ഒരു പുരോഹിതന് തൻ്റെ ഭൗതിക ശരീരത്തിന് പോലും ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹപ്രവർത്തകരായ വൈദികർ ഇല്ലാതെ പോകുമ്പോൾ സഭാ നേതൃത്വം പോലും ആ നീതി നടപ്പിലാക്കി കൊടുക്കാൻ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ക്രിസ്തീയ സംവിധാനമല്ല. ക്രിസ്തീയ സംവിധാനമാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2:30 മുമ്പ് അച്ഛൻ്റെ ഭൗതിക ദേഹം സംസ്കരിക്കേണ്ടത് ഏത് പള്ളിയിലാണോ, എളവൂർ പള്ളിയിൽ സഭയുടെ കുർബാനയോട് കൂടി തന്നെ അച്ഛന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാൻ ഇനിയും എറണാകുളം അങ്കമാലി അച്ഛന്മാർക്ക് സാധിച്ചാൽ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്വമുള്ള ജോസഫ് പാമ്പളാനി പിതാവിന് സാധിച്ചാൽ, അതിനേക്കാൾ മുകളിൽ സിനഡ് പിതാക്കന്മാർക്ക്, മേജർ ആർച്ച് ബിഷപ്പിന് സാധിച്ചാൽ 100% പറയും ഇവർ അച്ഛനോട് നീതി കാണിച്ചു. അച്ഛൻ ഇതുവരെ ഫേസ് ചെയ്ത സഹപ്രവർത്തകരിൽ നിന്നും സഭാ നേതൃത്വത്തിൽ നിന്നും ഫേസ് ചെയ്ത അനീതികൾക്ക് ഒരു പരിഹാരം അവർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇനി കാണേണ്ട ഒരു നേർക്കാഴ്ച മാത്രമാണ്. അല്ലാതെ നമുക്കൊരിക്കലും ഇത് നീതി കിട്ടുമോ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ ജോർജ് നെല്ലിശ്ശേരി അച്ഛന് സഭാ നേതൃത്വം നീതി നടപ്പിലാക്കി കൊടുക്കണം. നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ 100% ഞാൻ അടിവരയിട്ട് പറയുന്നു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നീതി നിഷേധിക്കുന്ന വൈദികർക്ക്, സഭാ നേതൃത്വത്തിന്, സഭയിലെ പിതാക്കന്മാർക്ക്, മേജർ ആർച്ച് ബിഷപ്പിന് വരെ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു ചാട്ടുളി പോലെ ഇവരുടെ ശിരസിന് മുകളിൽ ദൈവം അയക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ എറണാകുളത്തെ അച്ഛന്മാർക്ക് ആ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. കാരണം കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഈ ഒരു ആത്മാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ളൊരു ശിക്ഷയുടെ കാര്യത്തിൽ പേടിയുള്ളൂ. അവിശ്വാസികൾക്ക് എന്ത് പേടി? പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ നീതി നടപ്പിലാക്കി കൊടുത്തില്ല എങ്കിൽ ദൈവം ഇവർക്കെതിരെ ഒരു ചാട്ടുളി പോലെ നെല്ലിശ്ശേരി അച്ഛൻ്റെ ആത്മാവിൻ്റെ രോദനം, കരച്ചിൽ എന്നും ഇവരുടെ ശിരസിന് മുകളിൽ ഒരു വലിയ കൊടുവാളായി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.